ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോർച്ചുഗീസ് വിഭവമായ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് വിന്താലു ആണ്. ഈ ബീഫ് വിന്താലുവിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. അതേപോലെ സാധാരണ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല, അതൊരു അച്ചാർ ടൈപ്പാണ്. നമുക്ക് കുറച്ചാളൊക്കെ സൂക്ഷിച്ച് വെക്കാം, ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ഒരുപാട് നാളിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ വിന്താലു എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കിവിടെ നോക്കാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 വറ്റൽമുളക്, ഇത് സാധാരണ മുളകാണ്, കാശ്മീരി ചില്ലി അല്ല. 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി, 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, പിന്നെ ഒരു പീസ് കറുകപ്പട്ട, 2 ഏലക്കായ, 2 ഗ്രാമ്പു, 5 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ അളവിൽ വാളംപുളി, 1 ടീസ്പൂൺ അളവിൽ ചിരകിയ ശർക്കര, സാധാരണ ജീരകം 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ പിങ്ക് സാൾട്ടാണ് എടുത്തിട്ടുള്ളത്. പിങ്ക് സാൾട്ടാണ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്രഷ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ 600 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. അതേപോലെ ബീഫ് നുറുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കറിക്ക് വെക്കുന്ന പോലെ വളരെ ചെറുതായിട്ട് നുറുക്കരുത്, കുറച്ച് സൈസിൽ വേണം നുറുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ബീഫും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല ബീഫിലൊക്കെ പിടിക്കാനൊക്കെ ആയിട്ട് ഏകദേശം ഒരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഏകദേശം 5 മണിക്കൂർ ആയതുകൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് ബീഫിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വിസിലടിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൽ ഇട്ടതിന് ശേഷം ഇതിൽ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടൊന്നും വെള്ളം ആഡ് ചെയ്യേണ്ട, ഇതിലുള്ള വെള്ളം തന്നെ മതി. അതുപോലെ ആദ്യത്തെ വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വേണം വിസിലടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബീഫ് 10 മിനിറ്റ് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ വിസിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ മസാലയിലുണ്ടായിരുന്ന അതേ വെള്ളം തന്നെയാണ്. നമ്മളിതിലേക്ക് അഡീഷണൽ ആയിട്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായില്ല. ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അടുത്തായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സബോള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ 2 പച്ചമുളക് സ്ലൈസായി നുറുക്കിയിട്ട് കൊടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ സബോളയൊക്കെ ഒന്ന് വഴണ്ട് കിട്ടണവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് 1 മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ പൊടികളുടെ പച്ചമുളക് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സബോള വഴറ്റിയ സമയത്ത് എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ബീഫിലുണ്ടായിരുന്ന ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് അല്പം കൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇതിലേക്ക് അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്ന സമയത്ത് എപ്പോഴും തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് വിന്താലു ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് പാർത്താം.
അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ഡേ തന്നെ ഉപയോഗിക്കരുത്. നെക്സ്റ്റ് ഡേ വേണം ഉപയോഗിച്ച് തുടങ്ങാനായിട്ട്. എന്നാലാണ് അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഒട്ടും തന്നെ ഈർപ്പില്ലാണ്ട് ഭരണിയിലോ അല്ലെങ്കിൽ ചില്ലിൻ്റെ പാത്രത്തിൽ നിങ്ങൾ അടച്ച് നല്ല ഭദ്രമായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് മാസങ്ങളോളം ഇത് കേടുകൂടാതിരിക്കും. അതേപോലെ ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ കൂടി വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.